ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സ്കിൻ കെയർ റൂട്ടീനാണ്. നമുക്ക് വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം, സേഫായിട്ട് വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം കുടിക്കണം. ഇപ്പോൾ ഈ ഒരു വേനൽക്കാല സിറ്റുവേഷനിൽ നല്ലപോലെ വേർത്ത് നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് വേർപ്പിലൂടെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന്, സ്കിന്നിനായാലും അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടായാലും നമ്മൾ ഫുള്ളി ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കണം. ഒരു 3 ലിറ്ററോളം വെള്ളം തന്നെ ഒരു ദിവസം നമ്മൾ കുടിക്കണം. മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ മസ്റ്റായിട്ട് അത്രയും വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ ചില ആൾക്കാർ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഹെയറിലൊക്കെ ഉണ്ടാവണ മാറ്റം നമുക്ക് തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യൂട്ടാ. ഇതുപോലൊരു ബോട്ടിലാണ് ഞാൻ വെള്ളം എടുത്ത് വെക്കണത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കാണുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കേണ്ട കാര്യം തന്നെ ഓർമ്മ വരും. അല്ലെങ്കിൽ വെള്ളം വെച്ചിരിക്കണം നമ്മുടെ അടുക്കളയിലാണ്, പോയെടുത്ത് കുടിക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് ഭയങ്കര മടിയാട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ളവരിങ്ങനെ ബോട്ടിലാക്കിയിട്ടൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ എന്തായാലും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും വീട്ടിലിരിക്കുന്നവർ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷ് നമ്മൾ യൂസ് ആക്കുക. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നമ്മൾ കണ്ടുപിടിക്കുക, ഫേസിൽ യൂസ് ചെയ്യുക. അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും ഇങ്ങനെ ഓയിലി ആയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ റിമൂവ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക. ഫേസ് വാഷ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫേസ് വാഷ് പൗഡർ ചില ടൈമിൽ, അതായത് ഫേസ് വാഷസ് കുറേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ടൈമിൽ നമ്മൾ ഫേസ് വാഷ് പൗഡർ നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യുക. പിന്നെ അതിനിടയ്ക്ക് ഇടാനുള്ളതാണെന്ന് തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകി കൊടുക്കുക. അങ്ങനെ ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്യണത് ഈ ഒരു ടൈമിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ഫേസ് വാഷ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസിലൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് നല്ലപോലെ സ്കിൻ ഡാമേജസ് അതുപോലെ തന്നെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടോണർ നമ്മൾ യൂസ് ആക്കണം. അതായത് വാട്ടർ കണ്ടന്റ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഒരു ടൈമിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വാട്ടർ കണ്ടന്റ് ഉള്ള കുക്കുംബറിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ ടോണർ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ഈ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെളിയൊക്കെ കയറിയിട്ട് പോഴ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ചെളിയോ അഴുക്കൊക്കെ ഇരുന്നിട്ട് സ്കിന്ന് ഡാമേജ് ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല രീതിയിൽ ഫ്രഷ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പ് തന്നെയാണ് സൺസ്ക്രീൻ. മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ സ്കിൻ ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ആകാണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് ഏജൊക്കെ ആകുമ്പോഴാണ് നല്ല കരിവാളിപ്പും ബ്ലാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ മസ്റ്റായിട്ടും നമ്മളൊരു സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് മോയ്സ്ചറൈസർ. സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ടും ഈ മോയ്സ്ചറൈസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 ഐറ്റംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് നല്ല രീതിയിൽ ഈ ഒരു ടൈമിൽ കുറയ്ക്കണതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ സ്കിന്ന് ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാല ടൈം എന്ന് പറയുന്നത്. അപ്പോൾ മേക്കപ്പ് നല്ലപോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ കുറയും. അല്ലെങ്കിൽ ഈ മേക്കപ്പും
നമ്മുടെ വിയർപ്പും ചെളിയും എല്ലാം കൂടിയാകുമ്പോൾ സ്കിൻ ഡാമേജസും ഇറിറ്റേഷൻസും പിന്നെ അതുപോലെ പിമ്പിൾസ് വരാനും ഒക്കെ കാരണമാവും. അപ്പോൾ മാക്സിമം നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്കിന്ന് ഡള്ളായിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും പാക്കുകൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള പാക്കുകൾ, മെയിനായിട്ടും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പാക്കുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് കുറച്ച് ഹെൽത്തി ആയിട്ടും അത്യാവശ്യം ഹെൽത്തി ആയിട്ടും നല്ല രീതിയിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു സമ്മർ ടൈമിൽ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.